ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് യൂണിവേഴ്സിനോട് നമ്മൾ പുതിയ മന്തൊക്കെ തുടങ്ങി, മെയ് മാസം തുടങ്ങിയല്ലോ. നമ്മളുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫൈനാൻസ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് എങ്ങനെയാണ്, അതെങ്ങനെ നിങ്ങൾ ആ ബഡ്ജറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ഫൈനാൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു 5 കാർഡ് എടുത്ത് യൂണിവേഴ്സിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെ ബഡ്ജറ്റ് ഈ മാസം സ്റ്റാർട്ടായിട്ടുണ്ട്. അന്നേരം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് 4 കാർഡ്സ് മതി, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ എന്തൊക്കെ പഠനത്തിനായിട്ടുള്ള ചിലവ് ഇതാക്കി വെച്ചിട്ടുണ്ട്. 8 ഓഫ് wands, Queen of cups, pentacles, 9 of pentacles. ഇത്രയും കാർഡ്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നാണ് യൂണിവേഴ്സിനോട് ചോദിച്ച മെസ്സേജ്. അപ്പോൾ ചിലവുകളൊക്കെ ഒരുപാട് കാണും. ശരവേഗത്തിൽ കയ്യിരിക്കുന്ന കാശെല്ലാം തീർന്നു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് ചിലവാക്കുക എന്നാണ്. ഈ 3 ഓഫ് പെൻറ്റിക്കിൾ നിങ്ങൾ പഠനത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ക്യാഷ്, എന്നാലും സൂക്ഷിച്ച് ചിലവാക്കുക. ഓവറായിട്ട് ചിലവുകൾ വരുത്താതെ. ക്യൂൺ ഓഫ് കപ്സിനെയാണ് ഇത്. നിങ്ങളിൽ ധനമുണ്ട്, അത് സൂക്ഷിച്ച് ചിലവാക്കുക. ശരവേഗത്തിൽ ചിലവായി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത് സ്പീഡായിട്ട് പോകുന്നൊരു ഇതാണ്. നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൈസകൾ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടേയിരിക്കും. ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ. നമുക്ക് ഒരു ഡ്രസ്സ് ഇരുന്നാലും പുതിയ ഡ്രസ്സ് വാങ്ങുക, എന്തെങ്കിലും കോസ്മെറ്റിക്സൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും വാങ്ങുക, കാണുന്ന ഓൺലൈൻ ഷോപ്പുകൾ, ഓൺലൈൻ ചാനൽ ഇതിലൊക്കെ കയറി അത് പർച്ചേസ് ചെയ്യുക, അങ്ങനെ ഇതുണ്ടല്ലോ. നിങ്ങൾ പഠനത്തിനായിട്ടും കുറച്ച് ചിലവഴിക്കുന്നുണ്ട്. ചിലവ് എന്തായാലും നിങ്ങൾക്കുണ്ട്. അത് 3 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുന്ന കാർഡാണ്, പണം ചിലവഴിക്കുന്ന കാർഡാണ്. ഇത് 9 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ചായിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ചിലവഴിക്കാൻ നിൽക്കും. ക്യൂൺ ഓഫ് കപ്സും, ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ ഇത് കൊണ്ട്, അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, ഇതിൽ സാധനം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് വേണം, അത് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, അത് ഇപ്പം അല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ എന്നൊക്കെ ഉള്ളൊരു ധാരണയിലൊക്കെ ആയിരിക്കും ഈ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതൊരു ചിലവ് തന്നെയാണ്. അന്നേരം നിങ്ങളിൽ ക്യാഷ് ഉണ്ട് എന്ന് കരുതിയാണ് നിങ്ങളത് ചെയ്യുന്നത്. അതന്നേരം ഓവറായിട്ട് നിങ്ങൾ ചിലവുകൾ വരുത്താതെ കയ്യിലുള്ള ധനം സൂക്ഷിക്കുക, അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ്. ഇങ്ങനെയൊക്കെ ആണ് നിങ്ങളുടെ സോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ മൈൻഡാണ് ഈ കാണുന്നത്. സോളല്ല, മൈൻഡാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. നിങ്ങളെ മൈൻഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഇഷ്ടത്തിൻ്റെ പുറത്ത്. ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിൻ്റെ മൂർധന്യ അവസ്ഥയുണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ പ്രോഡക്റ്റുകൾ വാങ്ങുകയും ആ പൈസ ചിലവായി പോവുകയും ഒക്കെ ചെയ്യുന്നത്. നിങ്ങളിൽ ഇനിയും പൈസ ഇരിപ്പുണ്ട്, ഉണ്ടാക്കാം എന്നൊക്കെ കരുതി. പക്ഷേ നിങ്ങൾ ബഡ്ജറ്റ് നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക. ഈ മാസം ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ചിലവാക്കുക. ഇതാണ് യൂണിവേഴ്സ് നൽകുന്ന ഒരു മെസ്സേജ്. ഇതാണ്. നിങ്ങൾക്ക് പണം ചിലവഴിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ധാരാളമായിട്ട് അതിശീഘ്രമായിട്ട് പണം ചിലവാക്കുന്ന ഒരാളാണ്. പണം ചിലവാകും നിങ്ങളിൽ നിന്ന്. നിങ്ങളിൽ വീണ്ടും ഇരിപ്പുണ്ട്, സ്റ്റോക്ക് ഉണ്ടെന്ന് കരുതിയായിരിക്കും, അല്ലെങ്കിൽ പണം ഇനിയും നമുക്ക് നേടിയെടുക്കാം എന്നൊക്കെ ആയിരിക്കും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് കുറേ ഒക്കെ നമുക്ക് സേവിങ്സ് അത്യാവശ്യമാണ്. കുറച്ചൊക്കെ സേവ് ചെയ്യുക, ആവശ്യത്തിന് ചിലവഴിക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് യൂണിവേഴ്സ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാവരും വളരെയധികം ജാഗ്രതയോടെ മുന്നോട്ട് പോവുക.
ഓക്കെ, റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി. ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ റേക്കി ഹീലിംഗും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, റിക്വസ്റ്റാണ്. ബിക്കോസ് ഇതേപോലെ ടാരോ റീഡിങ്ങിലൂടെ ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ മാറ്റങ്ങൾ വരുവാണെങ്കിൽ നല്ലതല്ലേ? നിങ്ങളും അതിനൊരു ഭാഗമാകുവാണ്, ഞാനും അതിനൊരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അതിനൊരു ഭാഗമാകുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, റിക്വസ്റ്റാണ്. ഓക്കെ, താങ്ക് യു ഓൾ ദ ബെസ്റ്റ്.